ഈ ഡീലിൽ യുക്രൈൻ്റെ വാദങ്ങൾക്ക് ഇനി സ്പേസ് ഉണ്ടോ? എന്താണ് യുക്രൈൻ്റെ അവസ്ഥ എന്നാണ് അങ്ങ് കരുതുന്നത്? അവർ ഫോഴ്സ് ചെയ്യപ്പെടുമോ? അതോ ഇത്രയും നാൾ എന്തായാലും ഇത്രയും നാൾ പോരടിച്ച് നിന്നു, ഇത്രയും വമ്പനായ ഒരു റഷ്യയോട് പൊരുതി നിന്ന സെലൻസ്കി ഇനി ഈ കാര്യത്തിലും അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കുമെന്ന് അങ്ങ് തോന്നുന്നുണ്ടോ? സെലൻസ്കിയുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. വൊലോദിമിർ സെലൻസ്കി എന്ന ഉക്രൈനിയൻ പ്രസിഡന്റിൻ്റെ മുമ്പിൽ ഒന്ന്, ഏതായാലും അമേരിക്ക കൈവിടും എന്ന് ഉറപ്പായി, ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. അല്ലെങ്കിൽ നാളെ ഒരു പുനർവിചിന്തനം ഉണ്ടാക്കണം ട്രംപിൻ്റെ മനസ്സിൽ. ട്രംപ് ആയതുകൊണ്ടൊന്നും ചിന്തിക്കാനൊക്കെ ഇല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ പറയുന്നത് നാളെ ട്രംപ് തിരിച്ചു പറഞ്ഞാൽ നമ്മൾ വീണ്ടും അവലോകനം ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ നിലയിൽ ഉക്രൈൻ പ്രതീക്ഷിക്കാൻ വകയൊന്നുമില്ല. ആകെ ഉള്ളത് വൊലോദിമിർ സെലൻസ്കിക്ക് പറയാം, ലുക്ക്, യു ഹാവ് ഇലക്റ്റഡ് മീ ആസ് ദ പ്രസിഡൻറ്റ്. എനിക്ക് ഒരു ഊഴം കൂടി തരണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ പുറത്തു പോകണോ വേണ്ടായോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇപ്പോൾ പറയുന്നു ഈ പ്രക്രിയ, സമാധാന പ്രക്രിയ ഉടമ്പടി ഒപ്പിട്ട് കഴിഞ്ഞാൽ 100 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കണം. അതും അമേരിക്കയാണ് കൽപ്പിച്ചിരിക്കുന്നത്. ഈ രാജ്യത്ത് എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കൂ. ഇതൊരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. മറ്റൊരു രാജ്യം എപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കണം തീരുമാനിക്കണോ. 2, ഞാൻ രാജിവെക്കണമെങ്കിൽ രാജിവെക്കാം, പക്ഷേ ഈ ടെറിട്ടോറിയൽ ട്രാൻസ്ഫർ ഞാൻ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ നടക്കില്ല. എൻ്റെ ഡെഡ് ബോഡിയുടെ മുകളിൽ കൂടി മാത്രമേ അത് നടക്കൂ. അങ്ങനെയുള്ള വമ്പ് പറച്ചിലുകൾ ചെയ്യാം. അതൊരു ഓപ്ഷനാണ്. സെലൻസ്കിക്ക് രാജിവെക്കാം, പുതിയൊരു ഭരണകൂടം വരട്ടെ. സെലൻസ്കിക്ക് വീരനായക പരിവേഷം അവിടെ കിട്ടും, ജീവിതത്തിൽ വലിയ വീരനായക പരിവേഷം കിട്ടും. പക്ഷേ സെലൻസ്കി ഇപ്പോൾ ദുർബലനായിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിനെതിരെ $100 മില്യൺ ഒരു അഴിമതി ആരോപണം, ചില കച്ചവട ഡീലുകളുമായി, ചില സൈപ്രസുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങൾ, ചില റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഉൾപ്പെടെ. അതിൻ്റെ പിന്നിൽ അമേരിക്കയാണോ, അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ശക്തികളാണോ? അത് കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനും ഒരു അഴിമതി രഹിത പ്രതിച്ഛായ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട്.